ഹലോ, ഞാൻ ഡാനിയലച്ചൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിനെ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റാണ്. കർത്താവിന് നിങ്ങൾ കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനല്ലോ, അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. വിശ്വാസികളായ പിതാക്കന്മാർ സഞ്ചരിച്ച വഴിയിൽ ഒരു നിഴല് പോലെ വിശ്വാസത്തിൻ്റെ കൈവിളക്കുമായി പിൻചെന്ന അമ്മമാരുടെ കഥ കൂടിയാണ് ബൈബിൾ. പുതിയ നിയമത്തിൽ വെളിപ്പെടുന്ന യേശുവിൻ്റെ കഥയുമായി നിഴൽ ബന്ധമുള്ള ഒരു കഥയാണ് ജോസഫിൻ്റെ കഥ. ജോസഫിനെ പോലെയാണ് യേശു. ആരാധനയേക്കാൾ വില ജോലിക്കും, ആരാധിക്കുക എന്നതിനേക്കാൾ ജോലി ചെയ്യുക എന്നതിന് പ്രാധാന്യവും നൽകിപ്പോയ ഞങ്ങളുടെ ജീവിതങ്ങളെ ഓർത്ത് കർത്താവേ, ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുകയാണ്. ആരാധനയുടെ വിലയാണ് ബൈബിളിലെ ഓരോ അധ്യായവും ഞങ്ങളെ പഠിപ്പിക്കുന്നത്. ഉൽപ്പത്തിയിൽ ഞങ്ങൾ കണ്ടിരുന്നു, ഞങ്ങളെ അങ്ങ് സൃഷ്ടിച്ചത് ആരാധിക്കാൻ വേണ്ടിയാണ്. പുറപ്പാടിൽ ഞങ്ങൾ കാണുകയാണ്, അങ്ങ് ഞങ്ങളെ വിമോചിപ്പിക്കുന്നത് ആരാധിക്കാൻ വേണ്ടിയാണ്. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു.